അസ്സലാമു അലൈക്കും. സമരം നയിച്ച സർഗമുദ്രകൾ എന്നുള്ള വിഷയത്തിലാണ് നമ്മുടെ ഈ ഒരു ചർച്ച ആരംഭിക്കുന്നത്. ലോകത്തെ എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തതിൽ കലക്കും സാഹിത്യത്തിനുമുള്ള പങ്ക് വളരെ വലുതാണ്. അത് ലോക ചരിത്രത്തിൽ അമേരിക്കൻ വിപ്ലവങ്ങളായാലും ഫ്രഞ്ച് റവല്യൂഷനായാലും അവിടെയെല്ലാം സാഹിത്യകാരന്മാരും അവരുടെ സാഹിത്യ പ്രവർത്തനങ്ങളും നിർണായകമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും ഇതേ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയാണെങ്കിലും മുൽക്കിരാജ് ആനന്ദിൻ്റെ അൺടച്ചബിൾസ് എന്ന് പറയുന്ന കൃതിയാണെങ്കിലും എങ്ങനെയായിരുന്നു അതാത് കാലത്തോട് സംവദിച്ചിട്ടുണ്ടായിരുന്നത്, ആ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരുടെ വേദനകൾ എങ്ങനെയായിരുന്നു പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. കേരളത്തിലും സമാനമായി തന്നെ കേശവദേവിൻ്റെയും തകഴിയുടെയുമെല്ലാം പുസ്തകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്തും നമുക്കിത് ബോധ്യപ്പെടുന്നതാണ്. എങ്ങനെയാണ് പുതിയ കാലത്തെ എഴുത്തുകാരോട് നമ്മുടെ ഭരണകൂടം നിരന്തരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അവരെങ്ങനെയാണ് എഴുത്തുകാരോട് ഏത് രീതിയിലാണ് അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാമാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മോടുകൂടെ ഇന്നിവിടെ സംസാരിക്കാനുള്ളത് കവിയും മുതിർന്ന മാധ്യമപ്രവർത്തകവുമായിട്ടുള്ള OP സുരേഷ് സാറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുതിയ കാലത്തെ സാഹിത്യ പ്രവർത്തകർക്ക് ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പ്രതീക്ഷയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതിൽ നമുക്ക് സംസാരം ആരംഭിക്കാമെന്ന് തോന്നുന്നു. സുരേഷ് സാറ് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. യഥാർത്ഥത്തിൽ ഈ സെഷനിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് KN-ഉം ആയിട്ടിരുന്ന് ഞാനും KN-ഉം ഉള്ള ഒരു സെഷൻ, ഹത്തീം മോഡറേറ്റ് ചെയ്യുന്ന ഒരു സെഷൻ എന്നുള്ള രീതിയിലായിരുന്നു അത് നേരത്തെ വിഭാവനം ചെയ്തതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നത് കാരണമാണ് ഈ സെഷൻ ഇങ്ങനെയായിട്ട് മാറിയത്. പക്ഷേ ആ സെഷൻ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ മാറ്റമൊന്നും ഇല്ല. എങ്ങനെയാണ് പുതിയ കാലത്ത് സാഹിത്യകാരന്മാർ, സാഹിത്യകാരികൾ, അത് അദ്ദേഹം ചോദിച്ചിട്ടില്ല, ഈ സമൂഹത്തിൻ്റെ ചലനാത്മകതയിൽ പോസിറ്റീവായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ വിചാരിക്കുന്നത് ഏത് കാലത്തും വളരെ എളുപ്പകരമായിരുന്നില്ല സാഹിത്യത്തിൻ്റെ വഴികൾ എന്നാണ്. ലോകത്തിലൊരുപക്ഷെ എല്ലാവിധ അധികാര കേന്ദ്രങ്ങളും നിരന്തരം വേട്ടയാടിയിട്ടുള്ള ഒരു വിഭാഗം സാഹിത്യകാരരായിരിക്കും എന്നുള്ളത്, കലാകാരരായിരിക്കും. അത് ആദ്യകാലം മുതൽ ആരംഭിച്ചതാണ്. ശാസ്ത്ര പ്രതിഭകളും കലാകാരന്മാരും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ലോകമാണ്, ഒരു ചരിത്രമാണ് നമ്മുടേത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് ഇന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ശാസ്ത്ര സത്യമാണ്, ഒരു സാമാന്യ ധാരണയാണ്. ഇന്നത്തെ കാലത്ത് ഭൂമി ഉരുണ്ടതോ പരന്നതോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമേ ഇല്ല. പക്ഷെ ആദ്യമായി ഭൂമി ഉരുണ്ടതാണ് എന്ന് പ്രഖ്യാപിച്ച ആളെ കൊല ചെയ്തിട്ടുള്ള ഒരു അധികാര വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു ലോകമാണിത്. അവരെ തടങ്കലിലിട്ടിരുന്ന ഒരു ലോകമാണിത്. അങ്ങനെ ആ കാലം മുതൽ ഭരണകൂടത്തിന്, സാമാന്യ ജനത്തിന്, സാമാന്യ യുക്തിക്ക് ഒക്കെ പ്രീതികരമല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളായിട്ടാണ് സാഹിത്യകാരന്മാരും സാഹിത്യവും സമൂഹത്തിൽ നിലനിന്നു പോയത് എന്നുള്ളതാണ്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. പ്രിയങ്കരങ്ങളായ കാര്യങ്ങളല്ല, അപ്രിയങ്ങളായ കാര്യങ്ങൾ, അതത് കാലത്തെ ആളുകൾക്ക്, അതിൻ്റെ സാമാന്യ യുക്തികൾക്ക് സ്വീകരിക്കാൻ വിഷമമായ കാര്യങ്ങൾ ആയിരുന്നു എല്ലാ കാലത്തും സാഹിത്യം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ നമുക്കറിയാം, സാഹിത്യത്തിൻ്റെ ഒരു വലിയ മൂലധനം എന്ന് പറയുന്നത് ഭാവനയാണ്. ഒരു മൂലധനം എന്ന് പറയുന്നത് ഇമാജിനേഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. ഈ ഭൂമി ഇന്ന് ഇങ്ങനെയായത്, ഈ ലോകം ഇന്ന് ഇങ്ങനെയായത് മനുഷ്യരുടെ അറ്റമില്ലാത്ത അത്ഭുതകരമായ ഭാവനയുടെ
ഒരു ഫലമായിട്ടാണ് എന്നുള്ളത്. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തെ നമ്മൾ ഇന്നലകളിൽ മുതൽ ഭാവന ചെയ്ത് ഉണ്ടാക്കിയ ഒരു ലോകം. നാളെ നമ്മൾ ജീവിക്കാൻ പോകുന്ന ലോകത്തെയും നമ്മൾ ഭാവന ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വിമാനം ഇന്ന് നമുക്കൊരു സാധാരണ സംഗതിയാണ്, എയർപോർട്ട്, വിമാനങ്ങളൊക്കെ. പക്ഷെ അതില്ലാത്തൊരു കാലം, ആദ്യത്തെ വിമാനം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ പക്ഷികളെപ്പോലെ ആകാശത്ത് പറക്കുന്ന ഒരു യന്ത്രം എന്നുള്ളത് ആദ്യമായി പറയുമ്പോൾ അന്നത്തെ മനുഷ്യർ പറഞ്ഞത് വിഡ്ഢിത്തം പറയാതെ എന്നുള്ളതായിരിക്കും. അന്നതൊരു വിഡ്ഢിത്തമാണ്. ആകാശത്ത് പക്ഷികളെപ്പോലെ പറക്കുന്ന ഒരു യന്ത്രം, കടലിൽ മത്സ്യങ്ങളെപ്പോലെ ഉപരിതലത്തിൽ മനുഷ്യരെയും വഹിച്ച് നീന്തുന്ന ഒരു യന്ത്രം. വിഡ്ഢിത്തമാണ് അന്നത്, അല്ലേ? വിഡ്ഢിത്തമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളൊക്കെ വിഡ്ഢികളായിരുന്നു, അന്ധവിശ്വാസികളാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ, നടക്കുമോ എന്നൊരു ഉറപ്പുമില്ലാത്ത കാര്യത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിച്ച മനുഷ്യരെ അക്കാലത്തെ ആളുകൾ വിളിച്ചത്, സമൂഹം വിളിച്ചത് വിഡ്ഢികൾ, അന്ധവിശ്വാസികൾ, ഭ്രാന്തന്മാർ എന്നൊക്കെയായിരുന്നു. അങ്ങനെയുള്ള ഭ്രാന്ത് മൂത്താണ് മനുഷ്യൻ ശൂന്യാകാശത്തിലെത്തിയത്, മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്, മനുഷ്യൻ വിമാനം കണ്ടുപിടിച്ചത്, മനുഷ്യൻ മുങ്ങിക്കപ്പലുകൾ ഉണ്ടാക്കിയത്, മനുഷ്യൻ ഈ നഗരങ്ങളൊക്കെ സൃഷ്ടിച്ചത്, മനുഷ്യൻ സാഹിത്യം സൃഷ്ടിച്ചതും. സാഹിത്യം വേറൊരു ലോകമാണ്, വേറൊരു പ്രപഞ്ചമാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റേതല്ലാത്ത ഒരു നിയമം, നമ്മൾ ജീവിക്കുന്ന ലോകത്തിലേതല്ലാത്ത ഒരു ഭൂപ്രകൃതി, അവിടെ മറ്റു ചില നിയമങ്ങൾ, മറ്റു ചില ബന്ധങ്ങൾ, മറ്റു ചില മനുഷ്യർ ഒക്കെ, അവരെയാണ് നമ്മൾ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അവരൊരിക്കലും ഈ ലോകത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. ഇപ്പോൾ നിങ്ങൾ പലർക്കും ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും, എസ് ഹരീഷിൻ്റെ മീശ എന്ന് പറഞ്ഞൊരു നോവൽ. ഓർമ്മയുണ്ടോ? ഹരീഷിൻ്റെ മീശ വായിച്ചിട്ടില്ലാത്തവർക്കും മീശ അറിയാം. കാര്യം അത് മലയാളത്തിലെ പ്രമുഖമായ ഒരു വാരികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ ഒരു വലിയ വിവാദം മലയാളത്തിലുണ്ടായി. ആ വിവാദത്തിൻ്റെ കേന്ദ്രം ഇത്രയേ ഉള്ളായിരുന്നു. ആ നോവലിലെ ഒരധ്യായത്തിൽ അതിലെ ഒരു കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണമുണ്ട്. രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം, തമാശ സംഭാഷണം. അപ്പോൾ അതിലൊരു കഥാപാത്രം പറയുകയാണ്, ഈ അമ്പലത്തിലേക്ക് രാവിലെ തന്നെ ഈ സ്ത്രീകളെല്ലാവരും ഇങ്ങനെ കുളിച്ചൊരുങ്ങിയൊക്കെ പോകുന്നത് എന്ത് കാരണത്തിനാണ്? കുളിച്ചൊരുങ്ങി വലിയ ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ സുന്ദരികളായി എന്തിനാണ് ഈ സ്ത്രീകളൊക്കെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നത്? അപ്പോൾ മറ്റൊരു കഥാപാത്രം പറഞ്ഞു, കേട്ട അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ കഥാപാത്രം പറയുന്നു, എന്തിനാണെങ്കിലും അവിടുത്തെ നമ്പൂതിരിമാരെ, പുരോഹിതന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ എന്തിനപ്പോൾ ഈ നേരത്തെ തന്നെ അവർ കുളിച്ചൊരുങ്ങി പോകുന്നത് എന്നൊരു തമാശ പറയുന്നു. ഇതൊന്നും അല്ല നോവലിൻ്റെ കേന്ദ്രം. ഇങ്ങനെ പ്രസിദ്ധീകരിച്ച ഒരു നോവൽ 3 ലക്കം 4 ലക്കമായപ്പോഴത്തേക്ക് പ്രതിഷേധം വരികയാണ്. ആ നോവൽ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാക്രമങ്ങളെ അവഹേളിച്ചിരിക്കുന്നു. ആ നോവൽ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു, അപമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് നിരോധിക്കണം എന്ന് വലിയ ബഹളമുണ്ടാവുകയാണ്. ആ ബഹളത്തെ പിന്തുടർന്ന് ഒരുപാട് ആളുകൾ എഴുത്തുകാരൻ്റെ വീട്ടിന് മുന്നിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു, സൈബർ ആക്രമണം നടത്തുന്നു, അദ്ദേഹത്തിൻ്റെ വീടിന് ആക്രമിക്കുമെന്ന് ഭീഷണി വരുന്നു, ഭാര്യയ്ക്ക് ഫോൺ കോളുകൾ വരുന്നു, വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. കേരളം അക്ഷരാർത്ഥത്തിൽ രണ്ടായിട്ട് സാംസ്കാരിക കേരളം വിഭജിക്കുന്നു. ഹരീഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഹരീഷിൻ്റെ പക്ഷത്ത് എഴുത്തുകാരൻ്റെ ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിഭാഗവും അല്ലാത്തൊരു വിഭാഗവും, മതത്തിൻ്റെ വിശ്വാസങ്ങളെ കളങ്കപ്പെടുത്തിയവരെ ശിക്ഷിക്കണം എന്ന് പറയുന്നൊരു വിഭാഗവുമായി പിരിയുന്നു. അതിലെല്ലാവരും വ്യവസായികൾ പങ്കുചേരുന്നു. ഈ നോവൽ തുടർന്ന് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് ഞങ്ങളുടെ പരസ്യമില്ല എന്ന് വ്യവസായത്തിലെ ഒരു വിഭാഗം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് സങ്കല്പിക്കാനാകാത്ത വിധത്തിൽ നവോത്ഥാനാനന്തര കേരളം മാറിയ ഒരു കാഴ്ച കണ്ടു. ആ ആഴ്ചപ്പതിപ്പ് നോവലിൻ്റെ പ്രസിദ്ധീകരണം നിർത്തിവെച്ചു. അതിൽ പ്രതിഷേധിച്ചു. അന്നത്തെ അതിൻ്റെ പത്രാധിപരായിരുന്ന 2 പേര് അതിൽ നിന്ന് രാജിവെച്ചു. അവർ പിന്നീട് ഒരു ഓൺലൈൻ മാഗസിൻസൊക്കെ തുടങ്ങി. അതൊക്കെ അതിൻ്റെ ചരിത്രം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. അങ്ങനെ ഈ നോവൽ പിന്നീട് DC ബുക്സ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ
ഈ മതവിഭാഗത്തിലെ ഒരു തീവ്രവാദ സംഘടന സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് ഈ നോവൽ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെയുള്ളൊരു നോവലാണ്, അത് നിരോധിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ ആ കേസിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നതിന് ശേഷം ഒരു വിധി പ്രസ്താവിക്കുന്നുണ്ട് ദീപക് മിശ്ര എന്ന അന്നത്തെ സുപ്രീം കോടതി ജഡ്ജി. ആ ജഡ്ജിമെൻറ്റ് വളരെ പ്രധാനമാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ ലോകത്തിലെ എഴുത്തുകാരുടെ മാഗ്ന കാർട്ടയായി മാറേണ്ട ഒരു വിധിയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നോവൽ മറ്റൊരു ലോകമാണ്, അതിൻ്റെ സൃഷ്ടാവ് എഴുത്തുകാരനാണ്. ആ ലോകത്തിലെ കഥാപാത്രങ്ങൾ ഈ ലോകത്തിലെ പൗരന്മാരല്ല, അവർ മറ്റൊരു ലോകത്തിലെ പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളുമൊന്നും കഥാപാത്രങ്ങൾക്ക് ബാധകമല്ല. അത് നോവലിസ്റ്റ് സൃഷ്ടിച്ച ഒരു സാങ്കല്പിക രാജ്യമാണ്, ഒരു സാങ്കല്പിക ലോകമാണ്, സമൂഹമാണ്, വ്യക്തികളാണ്. അവരുടെ നിയമങ്ങൾ വേറെയാണ്. അതിൻ്റെ നിയന്ത്രണം എഴുത്തുകാരനിലാണ്, കോടതിക്കോ നമ്മുടെ നിയമങ്ങൾക്കോ അല്ല. ലീവ് ഹിം. ആ കേസ് തള്ളിപ്പോവുക ചെയ്തത് സുപ്രീം കോടതിയുടെ വിധിയെ. ഇങ്ങനെ ഒരു വിധി വന്നിട്ട് അത് ആഘോഷിക്കാൻ ഇവിടുത്തെ ഇത് നിരോധിച്ച വാരികയോ അതിൻ്റെ പത്രമോ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ തയ്യാറായില്ല. ആഘോഷിക്കൊന്നും വേണ്ട, അത് നല്ല രീതിയിലൊരു വാർത്തയായി കൊടുക്കാൻ പോലും ആരും തയ്യാറായില്ല. അവർക്ക് അനുകൂലമായ വിധിയാണ്, പക്ഷെ അത് തയ്യാറായില്ല. കാരണം എന്താ? അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ മറ്റേ വിഭാഗത്തിൻ്റെ ഭീഷണി തുടർന്നും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവുമോ, പരസ്യം നഷ്ടമാകുമോ? അപ്പോൾ അത് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒന്നും വേണ്ട, പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ പോവുക എന്ന സമരസപ്പെടലിൻ്റെ ഒരു രീതിയാണ് പൊതുവെ നമ്മുടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ആളുകളല്ല എല്ലാ സ്ഥാപനങ്ങളും സ്വീകരിക്കുക. അത് മതസ്ഥാപനങ്ങളാകട്ടെ, രാഷ്ട്രീയ സ്ഥാപനങ്ങളാകട്ടെ, വ്യവസായ സ്ഥാപനങ്ങളാകട്ടെ, ഏതും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത എല്ലാ ഫിലോസഫികളും എല്ലാ ഐഡിയോളജികളും സ്വീകരിക്കുന്ന ഒരു രീതി സമരസപ്പെടലിൻ്റെതാണ്. കല്ലെറിഞ്ഞ് ഞങ്ങളുടെ ഗ്ലാസ് പൊട്ടിക്കരുത്, അത്രയേ ഉള്ളൂ. ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളതിന് തയ്യാറല്ല. ഞങ്ങൾ അപ്പോളജി കൊടുക്കാം, ഞങ്ങൾ വഴങ്ങാം. ഇത് പറയുന്നവരാണ് പ്രസിദ്ധീകരണാലയങ്ങൾ, നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ. എന്നാൽ ഇതിന് വഴങ്ങാത്തവരെയാണ് നമ്മൾ എഴുത്തുകാർ എന്ന് പറയുന്നത്, ഭാവനാശാലികളായ എഴുത്തുകാർ എന്ന് പറയുന്നത്. ഇതിന് വഴങ്ങാത്തവരെയാണ്. അവർ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച്, സ്വന്തം ബുദ്ധിയുടെ ആജ്ഞകൾക്കനുസരിച്ച്, സ്വന്തം ഭാവന കാണിക്കുന്ന വെളിച്ചത്തിന് അനുസരിച്ച് അവർ കാണുന്ന കാഴ്ചകൾ അവതരിപ്പിക്കുന്ന ആളുകളാണ്. അവർ പുതിയ അത്തരം ലോകങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളാണ്. ആ ലോകത്തിൽ നിന്ന് എങ്ങനെ അവനവൻ ആവശ്യമുള്ള വെളിച്ചം സ്വീകരിക്കാം, ഊർജം സ്വീകരിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വായനക്കാർ പരതേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ വായിക്കാനെടുക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ 1000 തരം പുസ്തകങ്ങളുണ്ടാവും. ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം അതാണ്, എല്ലാവരുടെയും പ്രശ്നമാണ് കേട്ടത്. നമ്മളിപ്പോൾ പണ്ട് MN വിജയൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ആറ്റം ബോംബിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ആറ്റം ബോംബിനെതിരാണ് എല്ലാവരും ആറ്റം ബോംബിനെതിരാണ്. പക്ഷെ ഒരു ഓപ്ഷൻ വരികയാണ്, ആറ്റം ബോംബ് എന്തായാലും വീഴും എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്, എവിടെ വീഴണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക എന്താ? അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പാകിസ്ഥാനിൽ വീണോട്ടെ എന്ന് പറയും ഇന്ത്യക്കാർ. പാകിസ്ഥാൻകാരെന്ത് പറയും? ഇന്ത്യയിൽ വീണോട്ടെ എന്ന് പറയും. എന്തായാലും വീഴുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ത്യയിൽ വീഴുമെന്നാണ്, ഇന്ത്യയിൽ തന്നെ വീഴും. അങ്ങനെയാണെങ്കിലോ എന്നാൽ പിന്നെ കേരളത്തിൽ വേണ്ടെന്നാവും നമ്മൾ പറയാം. അങ്ങോട്ട് ചുരുങ്ങാണ്, കേരളത്തിൽ വേണ്ടെന്നാവും. കേരളത്തിൽ നിർബന്ധമായിട്ടും വീഴുമെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല എങ്ങനെയെങ്കിലും ഒഴിവായിക്കളി എന്ന് പറഞ്ഞു. അവിടെയും വീഴുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് ചുരുങ്ങും. വായക്കാട് പഞ്ചായത്ത്, എടവണ്ണപ്പാറ, 6-ാം വാർഡ്, ഒട്ടുപാറ വീട്, അങ്ങനെ അവനവൻ്റെതിലേക്ക് ഇങ്ങനെ ചുരുങ്ങി വരുന്ന ആളുകളായിട്ട് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ കാലത്തും അങ്ങനെയാണോ മനുഷ്യർ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഏറെക്കുറെ നമ്മൾ കാണുന്ന ആളുകളൊക്കെ ആ രീതിയിലാണ്. നമ്മളിലേക്ക് വലിയ രീതിയിൽ ചുരുങ്ങുകയും നമ്മുടേതല്ലാത്തതൊക്കെ അപരമായി മാറുകയും ചെയ്യുന്ന ഒരു രീതി വിശേഷം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത, നമ്മൾ വിചാരിക്കും ഏറ്റവും നല്ല ചിന്ത അതാണ്. അതല്ലാത്ത ചിന്തയുള്ള ഒരാളെ നമ്മൾ പറയും അവനെന്തോ തകരാറുണ്ടെന്ന് പറയുന്നു. അവനെന്തോ തകരാറുണ്ടെന്ന് നമ്മൾ പറയും. അത് ശരിയല്ല, അവനെന്തോ തകരാറുണ്ട് പറയും. അതിങ്ങോട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഫുൾ കൈ ഷർട്ട് ഇടുന്ന ആൾക്കാർ, ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ, ഫുൾ കൈ ഷർട്ട് ഇടുന്ന ആൾക്കാർക്ക് ഹാഫ് കൈ ഷർട്ട് ഇടുന്നവർക്ക് തോന്നുന്നൊരു കാര്യം,
പാൻറ് എടുക്കുന്ന ആൾക്കാർക്ക് മുണ്ടെടുക്കുന്നവരോട് തോന്നുന്ന ഒരു കാര്യം, സൈക്കിളിൽ പോകുന്നവരോട് ബൈക്കിൽ പോകുന്നവർക്ക് തോന്നുന്ന ഒരു കാര്യം, കാറിൽ പോകുന്ന ആളുകൾക്ക് സ്കൂട്ടറിൽ പോകുന്നവരോട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഇതിന് വലിയൊരു ഹൈറാർക്കി വരിക. അങ്ങനെ വലിയ രീതിയിൽ വിഭജിക്കപ്പെടുകയാണ് ആളുകൾ. താല്പര്യങ്ങൾ, സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിരുചികൾ ഒക്കെ പലതായി വിഭജിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ തർക്കമൊന്നുമില്ല, അങ്ങനെ ആയിരിക്കണം. മനുഷ്യർ ഓരോരുത്തരും ഓരോ രീതിയിലുള്ളവരാണ്. പക്ഷെ അങ്ങനെയൊക്കെ വിഭജിക്കപ്പെടുന്നു. നമ്മുടെ ഇഷ്ടങ്ങളുണ്ടാവും, ഓരോരുത്തർക്കും സ്വന്തമായ വിശ്വാസമുണ്ടാവും, സ്വന്തമായ താല്പര്യങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും മറ്റൊരുവനും അവൻ്റെതായ വിശ്വാസമുണ്ടാകും, അവൻ്റെതായ താല്പര്യങ്ങളുണ്ടാകും. അതും പ്രധാനമാണ്. എനിക്ക് എൻ്റെ വിശ്വാസം എത്രമാത്രം പ്രധാനമാണോ അത്രമാത്രം അവൻ്റെ വിശ്വാസവും പ്രധാനമാണ് എന്നുകൂടി മനസ്സിലാക്കുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് വ്യത്യസ്തമായ ജീവിത പരിസരങ്ങൾ പരിചയപ്പെടുത്തുന്ന എഴുത്തുകളിലൂടെ നമ്മൾ ആർജിക്കുന്ന ഒരു ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ കാലത്ത് ഇത്തരം ശേഷികൾ ആർജിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറും വിധം പുതിയ കാലം വല്ലാതെ കലുഷമായിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും, ഞാനല്ലാത്ത എല്ലാവരും അപരരായി തീരുന്നേ. മറ്റുള്ളവരോട് നമ്മളിപ്പോൾ കെയ്യനൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ പൊതു ഇടങ്ങളെ പറ്റിയിട്ട് ഒക്കെയുള്ള ഒരു പറച്ചിലാണ്. നമ്മളെല്ലാത്തിനെയും കാണിക്കുന്ന സഹിഷ്ണുത എന്ന് പറയുന്നൊരു കാര്യം, സഹിഷ്ണുത, ആ സഹിഷ്ണുതയെക്കുറിച്ചൊക്കെയാണ് പറയുക. അതാണ് നമുക്കിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം ഒരു കാലത്ത് തങ്ങളുടേതല്ലാത്ത ലോകത്തിൻ്റെ സൗന്ദര്യങ്ങൾ, തങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവിതങ്ങളുടെ മനോഹാരിതകൾ ഒക്കെ കാണാനും പരിചയപ്പെടാനും എഴുത്ത്, സാഹിത്യം നമ്മളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ മീശയുടെ വിഷയം ഇങ്ങനെ പറയുന്ന സമയത്ത് സാഹിത്യകാരന്മാരെ വരുതിയിൽ നിർത്താനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങൾ ആ രൂപത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് തന്നെയാണ് സുരേഷ് സാറിൻ്റെ താജ്മഹൽ എന്ന് പറയുന്ന കവിത വരുന്നത്. നമുക്കറിയാം 2015-16 കാലഘട്ടത്തിലായിരുന്നു ശരിക്കും ഈ പെരുമാൾ മുരുകനെതിരെ ഒരു ബ്ലാക്ക് ലാഷ് എല്ലാം നടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൻ്റെ പേരിൽ. അതുപോലെ താജ്മഹൽ എന്ന് പറയുന്ന ഈ ഒരു കവിതയിലേക്ക് എത്തുന്ന സമയത്തും അതിലും ബാവുട്ടിക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് കൊണ്ടുവരുന്നത്. അത് യഥാർത്ഥത്തിലൊരു കവിത എന്നതിലപ്പുറമായിട്ട് 2014 ശേഷം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളുകൾക്കെതിരെയുള്ള, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ യഥാർത്ഥമായിട്ടുള്ള സംഭവത്തിനെതിരെയുള്ള ഒരു പ്രതികരണം കൂടെയായിട്ട് ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു പ്രത്യേക സംഭവമായിട്ട് കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നത് കൂടിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള രചനകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് പൊതുസമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും എഴുത്തുകാർ പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ എഴുത്തുകാർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയായിരിക്കും? സംസ്കാരം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോക്കെടുക്കാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഹിറ്റ്ലറുടെ സാംസ്കാരിക മന്ത്രി, അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് ഈ സംസ്കാരം കേൾക്കപ്പെടുമ്പോൾ തന്നെ എനിക്ക് തോക്കെടുക്കാനാണ് തോന്നുന്നത്. അത്രയും അസഹിഷ്ണുതയാണ് സംസ്കാരത്തോട് ഫാസിസ്റ്റുകൾക്ക്. എല്ലാ കാലത്തും എല്ലാ മത ഫാസിസ്റ്റുകളും സംസ്കാരത്തോട് പുലർത്തിയിട്ടുള്ള സമീപനം ഒന്ന് തന്നെയാണ് കേട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയാണ്. സാഹിത്യം എല്ലായ്പ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് കൂടുതൽ ലിബറലാകാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ലിബറലാവുക? നിങ്ങൾക്കൊരു പക്ഷേ എന്നെക്കാൾ അറിയാമായിരിക്കും, മൂസാ നബിയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, എൻ്റെ ഹൃദയം കൂടുതൽ വിശാലമാക്കി തരണമേ എന്നാണ് ആ പ്രാർത്ഥന. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ആരംഭം. എല്ലാ ദിവസവും മൂസാ നബി പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനയെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞൊരു വിവരമാണ്, നിങ്ങൾക്ക് എന്നെക്കാൾ ധാരണ ഉണ്ടാവും അതിനെപ്പറ്റി. എൻ്റെ ഹൃദയം കുറേ കൂടി ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് വിശാലമാക്കാനാണ് പറയുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയുടെ ഫലമായി നാളെ ഇത് വിശാലമാവുന്നുണ്ട്. നാളെയും അത് തന്നെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുക. ഇനിയും അത് കുറച്ചുകൂടി അതൊന്ന് വലുതാക്കി തരണമേ. എനിക്ക് ഞാൻ പറയുന്ന കാര്യം അത് കേൾക്കുന്നവരെടുത്ത് കൂടുതൽ അനായാസമായി എത്തുന്നതിന് എൻ്റെ നാക്കിലെ കെട്ട് ഒന്നുകൂടി അഴിച്ചു തരണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണിത്. അത് നമ്മൾ വല്ലാത്തൊരു പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത്. ഈ ഹൃദയം നമ്മളിങ്ങനെ വിശാലമാകുന്നതോട് കൂടിയിട്ട് എന്തും നമുക്ക് സ്വീകരിക്കാനുള്ള അക്സെപ്റ്റബിലിറ്റി, നമുക്ക്
എന്താണ് ഇതിന് പറയുക, നിങ്ങളുടെ നോ സ്വീകരിക്കാനുള്ള, യെസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ നോയെ സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ് ഈ വിശാലതയുടെ ഒരർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എല്ലാ എസ്സിനെയും മാത്രം സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നായിട്ടല്ല അതിനെ നമ്മൾ കാണുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസിസ്റ്റുകൾക്ക് അത് താല്പര്യമില്ല. അതെന്തുകൊണ്ടായിരിക്കും? സ്വതന്ത്രരായ ഒരു മനുഷ്യനും, സ്വാതന്ത്ര്യം അനുഭവിച്ചറിഞ്ഞ ഒരു മനുഷ്യനും ഏകാധിപത്യത്തെ, സമഗ്രാധിപത്യത്തെ, ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ ആജ്ഞകളെ അനുസരിക്കില്ല. ചോദ്യം ചെയ്യും, എല്ലായിടത്തും ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യൽ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പം ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്ന് 2014 അധികാരത്തിൽ വന്നു, 19 വീണ്ടും അധികാരത്തിൽ വന്നു, 24 മൂന്നാമതും അധികാരത്തിൽ വന്നു. ഈ 3 ഫേസും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമാണതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം അത് അധികാരത്തിൽ വരുന്നത് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരിക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തന്നെയാണ് വരിക. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് ഏറ്റവും വിപരീതമായിട്ട് പ്രവർത്തിക്കുകയും ജനാധിപത്യം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് ഫാസിസം എന്ന് പറയുന്നത്. പക്ഷേ ആ ഫാസിസം വരുന്നത് എങ്ങനെയാണ്? ജനാധിപത്യ വഴിയിലൂടെ വരുന്ന ഫാസിസം. അതാണ് ഇന്ത്യയിലെ ഫാസിസം അനുഭവിക്കുന്ന വലിയൊരു, അല്ലെങ്കിൽ ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി. ജനാധിപത്യത്തിലൂടെയാണ് ഈ ഫാസിസം നമ്മളുടെ മുകളിൽ ആധിപത്യം നേടുന്നത് എന്നുള്ളത്. പിന്നെ അതൊരു സമഗ്രാധിപത്യമായി മാറുന്നു. അവർക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ അകാരണമായി മരിച്ചു പോകുന്നു. അവർ ചരിത്രം ഒന്നാകെ തിരുത്തുന്നു. ഗാന്ധിജി എങ്ങനെയാണ് മരിച്ചത് എന്ന് ഒരുപക്ഷെ ഇനിയുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. പാഠപുസ്തകത്തിൽ നിന്ന് അത്തരം പാഠഭാഗങ്ങൾ എടുത്ത് ഒഴിവാക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം അപ്പാടെ മാറ്റി എഴുതുന്നു. 1924 നടന്ന മലബാർ കലാപം ഉൾപ്പെടെ വലുതും ചെറുതുമായ നിരവധി കാർഷിക ന്യൂനപക്ഷ സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളെ മുഴുവൻ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലും, രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയെപ്പോലും ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഭാവിയിലുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പഴയ ഇന്ത്യയെ പറ്റിയിട്ട്, സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ട് പ്രത്യേകിച്ച് യാതൊരു സാധനവും മനസ്സിലാവാത്ത രീതിയിൽ അതിനെയൊക്കെ അവർ മാറ്റിയെടുക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവർക്ക്. കാര്യം പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത ആളുകളാണ് അവർ. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എതിരെ പ്രവർത്തിച്ച, സ്വാതന്ത്ര്യ സമരത്തിന് എതിരെ പ്രവർത്തിച്ച ഒരു ചരിത്രമാണ് RSSൻ്റെയും ഈ ഹിന്ദു മഹാസഭയുടെയും ഒക്കെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ട് ആ ചരിത്രം പഠിച്ചാൽ ഇന്ന് ഇന്ത്യയുടെ വലിയ ആളുകളായി നടക്കുന്നവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ആ ചരിത്രം തന്നെ ഇല്ലാതാക്കുക എന്നൊരു രീതിയാണ് അവർ അതിന് വേണ്ടിയിട്ട് അവലംബിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത്, RSS പറയുന്ന ഒരു ഇന്ത്യ ആർഷ സംസ്കാര കാലത്തുള്ള ആർഷ സംസ്കാരം, ഋഷിവര്യന്മാരും ഒക്കെ തപസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് വലിയ ആദ്യകാലം 5000-ലേറെ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു വലിയ സംസ്കാരമുണ്ട്. അത് വളരെ മഹത്തായ ഒരു സംസ്കാരം. ഇന്ത്യൻ സംസ്കാരം എന്നുള്ളത് വളരെ മഹത്തായ ഒരു സംസ്കാരമാണ്. അതിനകത്ത് വൈദ്യശാസ്ത്ര മേഖലയിൽ നടന്നു പോയിട്ടുള്ള ചാർവാകനെ പോലെയുള്ള, ശുശ്രുതനെ പോലെയുള്ള വൈദ്യന്മാരുണ്ടായിരുന്നൊരു വലിയ ഒരു പാരമ്പര്യം, ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്ന, ഗണിത ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്ന, ഉപനിഷത്തുക്കൾ എഴുതിയ മഹാചിന്തകന്മാരുണ്ടായിരുന്ന, രാമായണവും ഭാരതവും പോലുള്ള ഇതിഹാസ കൃതികൾ എഴുതിയ സാഹിത്യകാരന്മാർ ഉണ്ടായിരുന്ന ഒരു വലിയ വിപുലമായ വലിയൊരു പാരമ്പര്യമാണ് ഭാരതീയ പാരമ്പര്യം എന്ന് പറഞ്ഞത്. പക്ഷേ ആ പാരമ്പര്യം എന്താ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഹൃദയവിശാലതയുടെ ഒരു പാരമ്പര്യമാണ്. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ലോകത്തിൻ്റെ മുഴുവൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെറുപ്പിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം, ഞങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ രണ്ടായി തിരിക്കുകയും ഞങ്ങളിൽപ്പെട്ടവരല്ലാത്തവരൊന്നും ഇന്ത്യയിൽപ്പെട്ടവരല്ല, ഞങ്ങളാണ് രാഷ്ട്രം എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ ഘടനയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യ എന്ന് പറയുന്ന അല്ലെ ആധുനിക ഇന്ത്യ ഇത് ഉണ്ടാക്കിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളുകളാണ് ആര്? ബ്രിട്ടീഷുകാർ.
സംഗതി ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത്. പക്ഷേ ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ തുടങ്ങിയിട്ടുള്ള പോർച്ചുഗീസുകാർ തുടങ്ങിയ ഈ പറഞ്ഞ യൂറോപ്യൻ ശക്തികൾ ഇവിടെ ഭരിച്ചതുകൊണ്ട് നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ജനാധിപത്യം എന്നുള്ളൊരു സങ്കല്പം നമുക്ക് കിട്ടുന്നത് എവിടുന്നാ? യൂറോപ്യൻസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. നമ്മളിപ്പോൾ ഇന്ന് ജനാധിപത്യം എന്ന് പറയുന്നുണ്ട് നാഴികയ്ക്ക് 40 വട്ടം. നമ്മളതല്ലത്. അത് നമ്മളിവിടുന്ന് തുരത്തി ഓടിച്ച ബ്രിട്ടീഷുകാർ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംജ്ഞയാണ്, ഒരു ഐഡിയയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യ ഭരിച്ച വിവിധ കാലങ്ങളിൽ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയ, ഇന്ത്യയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച വിവിധ ശക്തികൾ ഇന്ത്യക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് പുതിയ ഇന്ത്യ ഉണ്ടാക്കുന്നതിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു മുഗളന്മാരുടെ റോള്. ആർക്കിടെക്ചറിൽ മുഗളൻസ് നൽകിയിട്ടുള്ള സംഭാവനകൾ, മുഗൾ കാലഘട്ടം, കലയ്ക്ക്, സാഹിത്യത്തിന് ഒക്കെ മുഗളന്മാർ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ. അതിലവരുടെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുടെ വലിയ ഉദാഹരണമാണ് താജ്മഹൽ എന്ന് പറയുന്ന സംഗതി. താജ്മഹൽ നമുക്കറിയാം. നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, എനിക്കറിയില്ല നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, അവരെ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ താജ്മഹലിനെ കാണുന്നത്. യമുനാ നദിയുടെ തീരത്ത് ഷാജഹാൻ്റെ മക്കളിൽ ഒരാളാണ് ഉപനിഷത്തുക്കൾ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കേട്ടോ. അങ്ങനെയുണ്ട്. ഈ പറഞ്ഞ താജ്മഹൽ ഉണ്ടാക്കിയ ഷാജഹാൻ്റെ മകനാണ് മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്, ഉപനിഷത്തുക്കൾ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്, വേദങ്ങൾ വരെ പരിഭാഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഔറംഗസീബ് കൊല്ലുകയും ചെയ്തു. അത് വേറെ കാര്യം. അങ്ങനെ ആയിരുന്നു അക്കാലത്തുള്ള രീതികളൊക്കെ, ഗോത്ര രീതികൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായിട്ട്, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ പറ്റിയിട്ട് വലിയ ധാരണകളില്ലാത്ത ആളുകളുടെ മനസ്സിൽ പോലും ഉയർന്നു നിൽക്കുന്ന ഒരു മനോഹര മന്ദിരമായിരുന്നു താജ്മഹൽ എന്ന് പറയുന്നത്. ഇടക്കാലത്ത് അദ്ദേഹം സൂചിപ്പിച്ച ഈ 2015-16 തോന്നുന്നു, ഈ താജ്മഹൽ മുഗൾ ഭരണത്തിൻ്റെ അപമാനകരമായ മുദ്ര പേറുന്ന ഒന്നാണ്. അത് നമുക്ക് പതുക്കെ ഒഴിവാക്കണം എന്നുള്ള ഒരു സാധനം ഈ ഹിന്ദുത്വ തീവ്രവാദികൾ പറയാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ അതിൻ്റെ മെയിൻ്റനൻസ് നടത്താതെയൊക്കെ UP സർക്കാർ അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നില്ല. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. അവരൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ക്ഷേത്രം ഒക്കെ ആയി മാറാനുള്ള ചില ശ്രമങ്ങളൊക്കെ അത് അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഞാനവിടെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട സമയത്ത് അതിനൊക്കെ ഒപ്പം തന്നെ നമ്മളുടെ ഈ ഭാഗത്തും എല്ലാ ഭാഗത്തും നാട്ടിലൊന്നാകെ ഈ പറഞ്ഞ രീതിയിലുള്ള ഹൃദയങ്ങൾ തമ്മിലുള്ള വിടവുകൾ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങുന്നു. അതിനനുസരിച്ച് ഒരുപാട് സംഗതികളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അതിനെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഈ താജ്മഹൽ എന്നുള്ള ഒരു കവിതയിൽ അക്കാലത്തെ ഒരു ഇന്ത്യൻ ചുറ്റുപാടുകളുടെ മുഴുവൻ, അല്ലെങ്കിൽ അതൊക്കെ ഒരു സാധാരണ ഏറനാടൻ മനുഷ്യനിലുണ്ടാക്കിയ മുഴുവൻ വ്യഥകളുടെയും വേവലാതികളുടെയും ഒക്കെ ഒരു ആവിഷ്കാരമായിട്ടാണ് ആ കവിത ഉണ്ടാവുന്നത്. 2018 ആ കവിത ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ കേരളീയ സമൂഹം ആ കവിത സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വലിയ രീതിയിൽ അത് സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം ആളുകളാരും ഇതിന് ഒപ്പമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ സ്വീകരിക്കുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, പിന്നെ സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴത്തേക്കും നുണ കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ ഒരുപാട് ആളുകൾ നന്മയുടെ പക്ഷത്തുണ്ടാവുമെങ്കിലും ഒരു തുള്ളി മതിയല്ലോ നഞ്ഞ്. ആ നഞ്ഞ് ചീത്തത് എന്ന് പറയുന്നത് അത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുകയും നമുക്കൊരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം നമ്മളെ തന്നെ കാർന്നു തിന്നുകയും ചെയ്യും എന്നുള്ളതാണ്. എതിർ ശബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ എതിരൊച്ചകൾക്ക് കൂടെ സ്ഥാനമുണ്ട് എന്നുള്ളതൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള രചനകൾ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്ത് നമുക്കറിയാം ഒരുപാട് പ്രസിദ്ധീകരണശാലകളുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. എഴുത്തുകാർക്കിടയിൽ തന്നെ ഒരു എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു പുതിയൊരു കൾച്ചർ തന്നെ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കൾച്ചർ രൂപപ്പെട്ടു വരുന്നതോടൊപ്പം തന്നെ എഴുത്തുകാരുടെ ധൈര്യം പലപ്പോഴും ഭരണകൂടത്തിനെതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ചില നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ അവരുടെ ധൈര്യം ചോർന്നു പോകുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്.
അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എഴുത്തുകാർക്ക് അവരുടെ ധൈര്യം തിരിച്ചു കൊടുക്കാൻ നമുക്ക് എന്താണ് മാർഗം? ഈ ധൈര്യം ആളുകൾ കൊടുത്തിട്ട് കിട്ടുന്നതും പിന്നെ അവിടുന്ന് തിരിച്ചെടുക്കുന്നതും ചെയ്യുന്ന ഒരു സംഗതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുടെ ധൈര്യം എന്ന് പറയുന്നൊരു സാധനം, ഒരാളെപ്പോഴാണ് എഴുത്തുകാരനായി തീരുക എന്നുള്ളതും വലിയ എഴുത്തുകാരിയായി തീരുക എന്നുള്ളതും വലിയൊരു സംഗതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പിന്നെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പം അങ്ങനെ എഴുത്തുകാരുടെ ഞാനിപ്പോൾ കവിത എഴുതുന്ന കവിയാണ് മലയാളത്തിലെ. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നുന്നു ഞാനിപ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റായിട്ട് കവിത എഴുതേണ്ട ഒരു അത്യാവശ്യം മലയാള ഭാഷയ്ക്കില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാൻ കവിത എഴുതിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക മലയാള ഭാഷയിൽ? ഒന്നും സംഭവിക്കില്ല. കാരണം അത്രയേറെ കവികൾ കവിത എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിക്കുമ്പോൾ പിന്നെ ആർക്കാണ് സംഭവിക്കുക? ഞാൻ കവിത എഴുതിയിട്ടില്ലെങ്കിൽ എനിക്കാണ് സംഭവിക്കുന്നത്. എൻ്റെ അകത്ത് നടക്കേണ്ട ഒരുപാട് പൊട്ടിത്തെറികളാണ്, ഉണ്ടാകുമായിരുന്ന ഒരുപാട് ഡിപ്രഷനുകളിൽ നിന്നാണ് ഞാനൊരു കവിത എഴുതുമ്പോൾ പതുക്കെ കഴിച്ചിലായി പോകുന്നത്. അപ്പോൾ ഞാൻ കവിയായിരിക്കുക, കവിത എഴുതുക എന്നുള്ളത് എൻ്റെ ആവശ്യമായി മാറുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഞാൻ കവിത എഴുതുക. എനിക്ക് എന്തിലേക്കെങ്കിലും തെന്നി വീഴാതെ എനിക്ക് രക്ഷപ്പെടാൻ, എനിക്ക് എൻ്റെ അടുത്ത നിമിഷത്തെ അഭിസംബോധന ചെയ്യാൻ, എൻ്റെ ഈ നിമിഷത്തെ അതിജീവിക്കാൻ ഉള്ള ഒരു രക്ഷാമാർഗമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ കവിത എന്ന് പറയുന്ന ഒരു സംഗതി. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഈ ഒരു കാലത്ത് പല ആളുകളും ഇതിനെ കാണുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ChatGPT കവിത എഴുതുന്നൊരു കാലമാണത്. ChatGPT ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. ഇപ്പം നമ്മളൊക്കെ മൊബൈലിൽ മെറ്റ ഉണ്ടാവും. മെറ്റയുടെ അടുത്ത് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ മതി, മെറ്റ AI-യോട് റൈറ്റ് എ പോയം ഓൺ SSF സാഹിത്യോത്സവം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ചോദ്യം ഇട്ടെടുത്തോളൂ. ഒരു കവിത എഴുതി തരും. SSF സാഹിത്യോത്സവം എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതി തരും മെറ്റ. എന്നോട് പറഞ്ഞാൽ എനിക്ക് പക്ഷേ എഴുതാൻ പറ്റില്ല. 2-3 സെക്കൻഡ് കൊണ്ട് ഈ സാധനം എഴുതി തന്നേക്കും. എന്തിനെ പറ്റി നിങ്ങൾ കൊടുത്തു നോക്കൂ. ഒരു കഥ എഴുതാൻ പറഞ്ഞു നോക്കൂ, എഴുതി തരുന്നേ. പക്ഷേ നിങ്ങൾ പ്രോംപ്റ്റായിട്ട് കൊടുക്കണം ആ സാധനങ്ങളിങ്ങനെ. ഇപ്പോൾ റൈറ്റ് എ സ്റ്റോറി on a lonely person who lives in Ernaad Taluk, which is a Muslim dominated area, and its culture, and kindly write a short story briefing all these cultural aspects of this region എന്നൊക്കെ പറഞ്ഞാൽ കൃത്യം ആ റീജിയൻ്റെ കൾച്ചറൽ ആസ്പെക്ട്സും കാര്യങ്ങളും അതിൻ്റെ ഭാഷയും എത്താജ് പറയണമെന്നൊക്കെ ചോദിക്കുന്ന അതിൻ്റേതായ സ്ലാങ്ങിൽ വേണമെങ്കിൽ ഈ ChatGPT വിത്തിൻ സെക്കൻഡ്സ് കഥ എഴുതി തരും. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ ഉള്ള ഒരു സമയത്ത് എന്തിനാണ് കഥ എഴുതുന്നത് ഒരു കഥാകൃത്ത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക നമ്മൾ? അപ്പോൾ അത് യഥാർത്ഥത്തിൽ കഥ എഴുതുക എന്നുള്ളത് ആ ആളുടെ ആവശ്യമായിട്ട് മാറും. എപ്പോഴാണ് ആളുടെ ആവശ്യം ഒരു വ്യക്തിയുടെ ആവശ്യം ഒരു സാമൂഹ്യ ആവശ്യമായിട്ട് മാറുന്നത്? അത്രമാത്രം ഈ രണ്ട് മനസ്സുകൾ, വ്യക്തി മനസ്സും സാമൂഹ്യ മനസ്സും തമ്മിലുള്ള താദാത്മ്യപ്പെടൽ, സമൂഹം അതിൻ്റെ സംഘർഷങ്ങൾ, അതിൻ്റെ ഉൾപ്പിരിവുകൾ, അതെല്ലാം ഒരു ലാവ പോലെ ഉരുകി വ്യക്തിയുടെ അനുഭവമായിട്ട് പരിണമിക്കണം. അത്രമാത്രം. ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഇഷ്യൂസ്, ആ ഇഷ്യൂസ് അതേ അളവിൽ അയാളുടെ അനുഭവമായിട്ട് കാണാൻ പറ്റും. പണ്ട് NV കൃഷ്ണവാര്യർ കവിത എഴുതിയിട്ടുണ്ട്. ഈ കാപ്പിരിയുടെ, ആഫ്രിക്കയിലെ ഒരു കാപ്പിരിയുടെ പുറത്ത് ചാട്ടവാറടി വീഴുമ്പോൾ എൻ്റെ പുറം വേദനിക്കുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പുറം വേദനിക്കുന്നു. അടി വീഴുന്നത് ആഫ്രിക്കയിലാണ്, ഏതോ കാപ്പിരിയുടെ പുറത്താണ്. പക്ഷേ വേദനിക്കുന്നത് കവിയായ കേരളത്തിലുള്ള NV കൃഷ്ണവാര്യരുടെ പുറമാണ്. അങ്ങനെ ലോകത്തിലെ മുഴുവൻ അടികൊള്ളുന്ന മനുഷ്യരുടെ വേദനയുമായി താദാത്മ്യപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത്, എല്ലാ കരച്ചിലുകളും സ്വന്തം നെഞ്ചു പിളർക്കുന്ന കരച്ചിലുകളായി മാറാൻ കഴിയുക എന്നുള്ളത്, എല്ലാ വേദനകളും തൻ്റെ വേദനകളായി സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത്, എല്ലാ ആനന്ദങ്ങളിലേക്കും തൻ്റെ മനസ്സിനെ പടർത്തിവിടാൻ സാധിക്കുക എന്നുള്ളത്, അങ്ങനെയൊക്കെ ചെയ്യാനാകുമ്പോഴാണ് നമ്മുടെ വ്യക്തി മനസ്സ് ഈ സാമൂഹ്യ മനസ്സുമായിട്ട് ചേർന്നു പോകുന്നത്.
അപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി നടത്തുന്ന ഒരെഴുത്ത്, എൻ്റെ ഏറ്റവും അതിജീവന ശ്രമമായി ഞാൻ നടത്തുന്ന ഒരെഴുത്ത് സമൂഹത്തിൻ്റെ കൂടി അതിജീവന ശ്രമമായിട്ട് മാറുക. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ഇപ്പം പണ്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്, അക്കിത്തം. കവിയാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ കവിയാകണമെന്ന് മോഹിക്കാതിരിക്കണം. കരളിൽ സ്ഥലകാല ക്ഷീരസാഗരത്തിലെ കളഹംസത്തെപ്പോലെ വിഹരിച്ചെഴുതണം എന്നാണ് പറഞ്ഞത്. കിത്തം പറഞ്ഞ രണ്ട് കാര്യമാണ്, സ്ഥലവും കാലവും. കവി ജീവിക്കുന്ന സ്ഥലം ലോകം, കവി ജീവിക്കുന്ന കാലം നമ്മുടെ ടൈം. അപ്പം നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ പ്രത്യേകതകൾ, കാലത്തിൻ്റെ കാറ്റ് കൊള്ളണം, നമ്മൾ അതറിയണം. അതിൻ്റെ സുഗന്ധവും ദുർഗന്ധവും നമ്മൾ അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ബ്രൈറ്റ് പണ്ട് ചോദിക്കുന്നുണ്ട്, കെട്ട കാലത്തിൽ, ബ്രൈറ്റിനോട് ചോദിച്ചതാണ്, കറുത്ത കാലത്തിൽ കവിത ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രൈറ്റ് പറയുന്നു, ഉണ്ടാകും കറുത്ത കാലത്തിൻ്റെ കവിത. കറുത്ത കാലത്തിൻ്റെ കവിത ഏത് പീഡനകരമായ കാലഘട്ടത്തിലും ഏത് ദുർവിധിയുടെ ഇടവേളകളിലും സാഹിത്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ദുർവിധിയെ പ്രതിബിംബിക്കുന്ന, ആ കാലത്തിൻ്റെ ദുർഗന്ധങ്ങളെ പ്രതിബിംബിക്കുന്ന കവിതകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. കഥാകാരന്, കവിക്ക് എഴുത്ത് എന്ന് പറയുന്നത് ഒരു പ്രതിരോധ മാർഗമാവുമ്പോഴാണ് സമൂഹത്തിൽ ഗുണപരമായിട്ടുള്ള രീതിയിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളിതുവരെ സംസാരിച്ചതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഈ പ്രതിരോധ സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പരാമർശിക്കേണ്ട ഒരു പേര് കൂടെയാണ് മുഹമ്മദ് ദർവേഷിൻ്റെ ഒക്കെ കവിതകൾ എന്ന് പറയുന്നത്. പലസ്തീൻ പോരാട്ടങ്ങൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജനതയുടെ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവസാനമായിട്ട് ഒന്നുകൂടെ ദർവേഷിൻ്റെ കവിതകൾ പ്രതിരോധ സാഹിത്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായി സംസാരിക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നിരന്തരമായി ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ രാജ്യസ്നേഹം, പൊള്ളയായിട്ടുള്ള നമ്മുടെ രാജ്യസ്നേഹ മുദ്രാവാക്യങ്ങൾക്കപ്പുറത്ത് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ എഴുത്തുകാർക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? പ്രതിരോധ സാഹിത്യത്തിന് പുതിയ കാലത്ത് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റും? ഏത് രീതിയിലായിരിക്കും ഇപ്പോൾ ദർവീഷൊക്കെ ചെയ്യുന്നത് പോലെ ഏത് രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു മാറ്റം നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? പ്രതിരോധ സാഹിത്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നത്, അങ്ങനെ സാഹിത്യത്തിന് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത് ആക്രമണോത്സുക സാഹിത്യം, പ്രതിരോധ സാഹിത്യം, സൗഹാർദ്ദ സാഹിത്യം എന്നൊക്കെയുള്ള രീതിയിൽ പല കാറ്റഗറി ചെയ്തിട്ട് നമുക്ക് സാഹിത്യം എഴുതലും വായിക്കലും സാധ്യമല്ല എന്നാണ്. ഒരു സാഹിത്യം വായിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഒരുപക്ഷെ അതിനെ പ്രതിരോധ സാഹിത്യമായി വായിക്കുന്നത്. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എസ് ഹരീഷിൻ്റെ മീശ എന്നുള്ള നോവൽ, അത് ഒരു നോവൽ എന്ന് വിചാരിക്കും. ആ നോവൽ നിരോധിച്ചിട്ടില്ല ആ നോവൽ. പക്ഷേ ആ നോവലിനെതിരെ നിരോധിക്കണമെന്ന് പറഞ്ഞ് വലിയ ബഹളങ്ങൾ നടക്കുന്നു. ആ സമയത്ത് ഒരു 10-20 ആൾക്കാർ എടവണ്ണപ്പാറ അങ്ങാടിയിൽ ഒരുമിച്ചിരുന്ന് ഹരീഷിൻ്റെ മീശ വായിക്കുന്നു എന്നുള്ളതൊരു പ്രതിരോധ പ്രവർത്തനമായിട്ട് മാറും. അപ്പോൾ മീശയുടെ വായന ഒരു പ്രതിരോധ വായനയായിട്ട് മാറും. അതിനെ നിരോധിക്കാൻ വേണ്ടി ചില ആളുകൾ ഇത് നടന്നിട്ടുണ്ട്. ലോകത്തിൽ പല സംഗതിയിലും നടന്നിട്ടുണ്ട്. ഇപ്പോൾ തസ്ലിമ നസ്രീൻ്റെ ലജ്ജ എന്ന നോവൽ, അവർക്ക് വധഭീഷണിയൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് വധഭീഷണി. ലജ്ജ എന്നുള്ള നോവൽ തസ്ലിമ നസ്രീൻ എഴുതുന്നത്, ലജ്ജ ഒരു മികച്ച നോവലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലായ്പ്പോഴും എന്താ വെച്ചാൽ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത് മിക്ക സമയത്തും മികച്ച നോവലുകളല്ലാത്ത നോവലുകൾക്ക് വലിയ ജനപ്രിയത ഉണ്ടാക്കും ആ എഴുത്തുകാർക്കും. ഒരു വിവാദം അതിൻ്റെ പുറകിൽ അങ്ങ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ അതിൻ്റെ പുറകിലാണ്. അപ്പോൾ ഒരു ആവറേജ് നോവൽ പോലും ഭയങ്കര നോവലും ഭയങ്കര എഴുത്തുകാരായിട്ട് അതിൻ്റെ സൃഷ്ടാക്കൾ മാറുകയും ചെയ്യുന്ന ഒരു ദുര്യോഗം പോലും പലപ്പോഴും അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പിന്നെ ഇസ്ലാമിക് സമഗ്രാധിപത്യത്തിൻ്റെ ആളുകളാണ് ലജ്ജയെ. ഇപ്പോൾ അതുപോലെ സൽമാൻ റുഷ്ദി, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിപ്പോൾ പോയി.
സൽമാൻ റുഷ്ദി ആക്രമിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണൊക്കെ പോയി, അദ്ദേഹം ജീവച്ഛവമായിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് സൽമാൻ റുഷ്ദി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, നമ്മൾ പലപ്പോഴും ഇതാണ് നമുക്കുണ്ടാവേണ്ടത്, ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യമായി അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. എല്ലാ സ്വാതന്ത്ര്യത്തെയും, എല്ലാ വിലക്കുകളെയും വിലക്കുകളായി കണ്ട് തള്ളിക്കളയാനും നമ്മൾ തയ്യാറാകണം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുന്ന ആളുകളാണ്. നമ്മുടെ ചിന്തകൾ, മതം, കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആകസ്മികമായ ഒരു ആശുപത്രിയിൽ നമ്മൾ മാറിപ്പോയി വിചാരിക്കും, പ്രസവിക്കുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ പണ്ട് സലീം കുമാർ പറഞ്ഞാൽ, ഞാൻ യഥാർത്ഥത്തിലുള്ള ഞാനിതല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് നല്ലൊരാളുടെ വെളുത്ത മകനായിട്ട് കഴിയുന്നുണ്ടെന്ന് സലീം കുമാർ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ആസ്പത്രിയിൽ നിന്ന് മാറിപ്പോയതാണെന്നാണ് പറയുന്നത് അയാൾ. ഞാനല്ല ശരിക്കുള്ള ഞാൻ എന്നാണ് പറയുന്നത്. ഇതുപോലെയാണ് നമ്മളുടെയൊക്കെ കഥ. നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി ഇന്ന സ്ഥലത്ത് ജനിച്ചത് കൊണ്ട് നമ്മൾ ഇന്ന ആളുകളാണ്. അല്ല എങ്കിലോ നമ്മൾ വേറെ വിശ്വാസം പിൻപറ്റി വേറെ സാധനമൊക്കെ ആയിട്ട് പോകുന്ന ആൾ. ഇന്നിപ്പോൾ വളരെ കൂടുതലാണ് ആ സാധ്യതയൊക്കെ. 150 പ്രസവങ്ങളൊക്കെയാണ് ഒരു ആശുപത്രിയിൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ആൾക്കാർ പേര് വിളിക്കുന്നു, കുട്ടീനെ കൊടുക്കുന്നു, പേര് വിളിക്കുന്നു, കുട്ടിയെ കൊടുക്കുന്നു. മാറിപ്പോകാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. കിട്ടിയൊരു അച്ഛനമ്മമാരെ കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് വളരുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നും ഇതിനകത്തില്ല. അത്രയേ ഉള്ളൂ താനും യഥാർത്ഥത്തിൽ. ആകെ മൊത്തം കൂട്ടി നോക്കിയാൽ നമ്മളെ ഇഹലോകത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് 10-20 വർഷത്തെ ഒരു ഇടപാടാണ്. അതിലെ ബാല്യവും മറ്റതൊക്കെ പാടെ കഴിച്ചു കൂട്ടിയാൽ പിന്നെ ആകെ 10-20 കൊല്ലമൊക്കെയാണ് ഒരു മനുഷ്യന് ആരോഗ്യത്തോടും ഒക്കെ ഉള്ളത്. അതെങ്ങനെ സന്തോഷകരമാക്കാം, സമാധാനപരമാക്കാം, അതെങ്ങനെ ആഹ്ലാദകരമാക്കാം എന്നുള്ളത് കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഈ ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും നമുക്ക് പക്ഷേ ഒരു പ്രത്യാശ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രതിരോധം ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. സമരം തന്നെ പ്രത്യാശയായി മാറുന്ന കാലമുണ്ട്. പണ്ട് നമ്മൾ പറയായിരുന്നു, ജീവിക്കാൻ വേണ്ടി നമ്മളേറെ അതിജീവിക്കേണ്ടതുണ്ട് എന്നാണ് പറയാം. കുറേ അതിജീവിച്ച് കഴിയുമ്പോഴാണ് ഒന്ന് ജീവിക്കാൻ പറ്റുള്ളൂ മനുഷ്യർക്ക്. കുറേ പണിയെടുക്കണം ജീവിക്കാൻ. അത്രയേറെ സംഘർഷഭരിതമാക്കുകയാണ് ജീവിതം, പ്രയാസപൂർണ്ണമാക്കുകയാണ് നമ്മളുടെ ചുറ്റുമുള്ള സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അതിൽ നമുക്കും പങ്കുണ്ടെന്നുള്ള ഞാൻ പറഞ്ഞു. നിങ്ങൾക്കും എനിക്കുമൊക്കെ പങ്കുണ്ട് അതിനകത്ത്, പല രീതിയിൽ പങ്കുണ്ട് നമുക്ക്. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ മൂസാ നബിയുടെ പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും ആവർത്തിച്ച് പറയുക എന്നുള്ളതല്ലാണ്ട്, അത് പ്രയോഗിക്കുക എന്നുള്ളതല്ലാണ്ട് രക്ഷയില്ല. എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ, വിശാലമാക്കണമേ, എൻ്റെ എതിരാളിയെ കൂടി അതിലകത്തേക്ക് വെക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള സ്പേസ് അതിനുണ്ടാക്കി തരണമേ, എൻ്റെ ചിന്തകളെ കൂടുതൽ വിശാലമാക്കണമേ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ അതിൻ്റെ ഫലം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുക. ക്ഷമ, വിശ്വാസം, സഹിഷ്ണുത, മറ്റവനോടുള്ള ആദരം, ഇതര ചിന്തകളോടുള്ള ആദരവ് ഒക്കെ പുലർത്തുക എന്നുള്ളതല്ലാതെ ബഹുസ്വരത, ഒരു സ്വരമല്ല ഉള്ളത്, ഏകശബ്ദമല്ല, വൈവിധ്യങ്ങളാണ് ഇന്ത്യ എന്ന് നമ്മൾ പറയാറുണ്ട്. വൈവിധ്യമാണ് ഇന്ത്യ. ഇപ്പം നമ്മൾ തന്നെ ഇരിക്കുന്ന ആളുകളൊക്കെ എത്ര വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഇരുത്തമാണ് നടത്തുന്നത്. തലക്കെട്ട് കെട്ടി ഒരു തൊപ്പിയിട്ട് ഒരു തൊപ്പി ഇടാത്തവർ, അങ്ങനെ തന്നെ ഒരേ ഇതിൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളിൽ പോലുള്ളൊരു സാധനമാണത്. ഞാൻ കെട്ടുന്ന കെട്ടും തൊപ്പിയും ഷർട്ടും അതൊക്കെ നോക്കി അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചെറിയ സാധനം ഇതിൽ വരുന്നതിലുള്ള ചെറിയ ഇങ്ങനെ സൂക്ഷ്മമായി ലക്ഷം കോടിക്കണക്കിന് വൈജാത്യങ്ങളുടെ ഒരു വലിയ സമാഹാരമാണ് എല്ലാം അങ്ങനെയാണ്. ദൈവവും അങ്ങനെയാണ്. ഇപ്പോൾ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? എന്താണ് ദൈവം? ദൈവത്തിനൊരു രൂപമൊന്നുമില്ലല്ലോ. ഉണ്ടോ? അരൂപിയാണ് ദൈവം, രൂപമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാമല്ലോ, അല്ലെങ്കിൽ ചിത്രമൊക്കെ. ദൈവമില്ല, അരൂപിയാണ്, സാന്നിധ്യമാണ്. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാരുണ്യത്തിൻ്റെ കാരുണ്യം അല്ലേ? പരമകാരുണികൻ. ഇപ്പം കാരുണ്യമാണ് ദൈവം എന്നുള്ളതാണ്, സ്നേഹമാണ് ദൈവം എന്നുള്ളതാണ് വേറെ ഒരു അർത്ഥം. ക്ഷമയാണ് ദൈവം എന്നുള്ളതാണ് വേറെ ഒന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി കൂടുന്നതാണ് ദൈവം. കാരുണ്യമാണ്, സ്നേഹമാണ്, ക്ഷമയാണ്,
ഒക്കെയാണ്, ഇതെല്ലാം കൂടി കൂടുന്നതാണ്. അപ്പോൾ എപ്പോഴും ഈ വൈവിധ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങൾ മുഴുവൻ മനോഹരമായി ഒരു വലിയ മഴവില്ലിൽ എന്നതുപോലെ ഒന്നായി ചേരുന്ന മനോഹരമായ ഒന്നായി ജീവിതം മാറണം. ആ ജീവിതം മാറണമെങ്കിൽ വൈവിധ്യങ്ങളെ നമ്മൾ അംഗീകരിക്കണം. അത് ആണ് സാഹിത്യത്തെ, സ്വാതന്ത്ര്യത്തെ ഒക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനം. 100 പൂക്കൾ വിരിയട്ടെ, 100 തരമാട്ടെ എന്നാണ്. 100 പൂക്കൾ വിരിയട്ടെ, 100 നിറമാകട്ടെ എന്നാണ് മാവോയുടെ കാലത്ത് ചൈനയിലുണ്ടായ പാട്ട്. പക്ഷെ ചെയ്തത് എന്താണ്? പിന്നെ അവിടെ തങ്ങളുടെ അല്ലാത്ത പൂക്കളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാണ് പിന്നെ ചൈനയിൽ ചെയ്തിട്ടുള്ളത്. എന്താണ് തിയറി? 100 പൂക്കൾ ഉണ്ടാവട്ടെ, പലതും പല നിറങ്ങളാകട്ടെ, വൈവിധ്യങ്ങൾ വരട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ വൈവിധ്യങ്ങൾ സമ്മതിക്കില്ല. ഇത് എപ്പോഴും എല്ലാ ഭരണകൂടങ്ങൾക്കും സംഭവിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏകാധിപത്യം രാഷ്ട്രഭരണകൂടങ്ങൾക്ക്, മതഭരണകൂടങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത്. താരതമ്യേന ഇന്ന് മാറി നിൽക്കുന്ന ഭരണകൂടം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭരണകൂടങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള ഫിലോസഫികൾക്കും എല്ലാ വിധത്തിലുള്ള ഐഡിയോളജികൾക്കും അപ്പുറത്ത് ജനാധിപത്യം എന്നുള്ള ഒരു വലിയ യൂറോപ്യൻ ചിന്തയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രത്യാശയുടെ ഒരു സ്വരം മുന്നോട്ട് വെക്കാൻ പറ്റൂ, പ്രത്യാശയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ സാധിക്കൂ. അത് സാഹിത്യത്തിലൂടെ ആകുന്നത് വലിയ കാര്യമാണ്. സാഹിത്യം അതിൻ്റെ വലിയ ഒരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൈവിധ്യങ്ങളെ അംഗീകരിക്കാനും വ്യത്യസ്തതകളെ ആഘോഷിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമായിരിക്കും നമ്മുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ, നമ്മുടെ കഥ പറയലുകൾ, നമ്മുടെ പാട്ടുകൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ സദസ്സിന് കൈമാറിക്കൊണ്ട് ഇവിടെ നമ്മോട് സംസാരിച്ചിട്ടുള്ള സുരേഷ് സാറിന് ഒരുപാട് സന്തോഷങ്ങൾ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നന്ദി.